ഇപ്പോൾ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികൾ തുടരുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. സമവായത്തിന് പലതരത്തിലുള്ള ശ്രമങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാരത്തൺ ചർച്ചകൾ ദില്ലിയിൽ നടക്കുകയാണ്. ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പുനഃസംഘടനയിൽ തരൂരിനെ ഒപ്പം നിർത്താനാണ് സണ്ണി ജോസഫിന്റെ നീക്കം. ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം കൊല്ലം DCC പ്രസിഡന്റ് മാറണോ പിന്തുണയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് കൊടിക്കുന്നിൽ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. പറയാനുള്ളത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ സ്വാതി ഇതിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, ഈ പുനഃസംഘടന ഇപ്പോഴും ഒരു സമവായത്തിലെത്താൻ കഴിയാത്ത സാഹചര്യമാണോ കോൺഗ്രസിലുള്ളത്? മാരത്തൺ ചർച്ചകൾ നടന്നിട്ടും ഈ ഇടഞ്ഞു നിൽക്കുന്നവരെ മെരുക്കിയെടുക്കാൻ കഴിയാതെ നിൽക്കുകയാണോ നേതൃത്വം? ഇപ്പോൾ ഈ ശശി തരൂരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലോ KPCC അധ്യക്ഷൻ. ഈ തരൂരിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തരൂര് സംസ്ഥാന നേതൃത്വത്തിന് അനഭിമതനാണല്ലോ. മനു, ഇപ്പൊ എന്തായാലും കേരള ഹൗസിൽ MP മാരും അതോടൊപ്പം തന്നെ ഈ KPCC അധ്യക്ഷൻ VD സതീശൻ എന്നിവരുടെയൊക്കെയും നേതൃത്വത്തിൽ പല ഘട്ട കൂടിക്കാഴ്ചകളാണ് നടക്കുന്നത്. MP മാരുടെ കൂടിക്കാഴ്ചകൾ ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. ഒരു സമവായ ചർച്ചയിലേക്ക് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിലടക്കം വലിയ അതൃപ്തി പല നേതാക്കളും രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം DCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് സുധാകരന്റേത്. അത്തരത്തിൽ എല്ലാ നേതാക്കളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സമവായ ചർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ നിരവധി ചർച്ചകൾ കേരള ഹൗസിൽ നടക്കുന്നത്. യുവ പ്രാതിനിധ്യം, അതായത് യുവ നേതാക്കളുടെ പ്രാതിനിധ്യം ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മനു ചോദിച്ചതുപോലെ തന്നെ ശശി തരൂർ MP എന്ന നിലയിൽ ശശി തരൂരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ പുനഃസംഘടനയിൽ അദ്ദേഹത്തെയും കൂടി ചേർത്ത് നിർത്തുക എന്നതിന്റെ ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അടൂർ പ്രകാശ് അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. പല കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിക്കൊണ്ടാണ് ഈ സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. നിലവിൽ ഇന്ന് തന്നെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ KPCC അധ്യക്ഷനും VD സതീശനും KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അന്തിമ പട്ടിക തീരുമാനമാകും എങ്കിൽ പോലും ഈ DCC അധ്യക്ഷന്മാരും പലരെയും മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് കേരള ഹൗസിലടക്കം പുരോഗമിക്കുന്നത്. ഇപ്പോൾ MP മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. മനു, ശരി.